സംവിധാനമാണ് ആമന റസൂല്. ഈ ആമന റസൂല് മഹാത്ഭുതമാണ്. നമ്മളത് പഠിച്ചത് മറന്നു പോകാൻ പാടില്ല. മദ്രസയിൽ പഠിച്ചു. ഇപ്പോഴത്തെ കാലത്ത് ഹിഫ്ദിന് കൊണ്ടാക്കുന്ന മക്കൾ വളരെ ശ്രദ്ധിക്കണം. എല്ലാ ഉമ്മാക്കും വാപ്പാക്കും മക്കളെ ഹാഫിളാക്കിയാൽ മതി. എല്ലാ ഉമ്മാക്കും വാപ്പാക്കും മക്കളെ ഹാഫിളാക്കണം. മക്കളെ ആലിമാക്കണം എന്ന് പറയുന്നവർ കുറവാണ്. മക്കളെ ഹാഫിളാക്കണം എന്നതാണ് നിർബന്ധം. വെറുതെ ഹാഫിളാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഒരു ഹാഫിളായ മോനുണ്ട്, മുഹമ്മദ് ഹിലാൽ എന്നല്ല പേര്. മുഹമ്മദ് ഹിലാൽ 7ാമത്തെ വയസ്സില അന്ന്. അപ്പൊ എനിക്ക് ഒരുപാട് പ്രായമാവൂലടാ അങ്ങനെ പറഞ്ഞ നടക്കണല്ലേ. നിനക്ക് എത്ര വയസ്സുള്ളപ്പോഴാ? 7. മുഹമ്മദ് ഹിലാലിന് 7 വയസ്സുള്ളപ്പോഴാണ് എവിടെയാണെന്ന് പ്രസംഗത്തിന് വന്നപ്പോ ഹാഫിളാകണമെന്ന് ആഗ്രഹം പറഞ്ഞു. മജ്ലിസിൽ ദുആ ചെയ്തു. മജ്ലിസിന്റെ ബറക്കത്താണ്. ഇൽമിന്റെ മജ്ലിസ് ഭയങ്കര ബറക്കത്ത്. അതുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് കയറി സൈഡിൽ നിന്ന് മാറിയിരുന്നൊക്കെ പറയുന്നത്. വണ്ടി ഇടിക്കൊന്നും പേടിച്ചിട്ടല്ല, മജ്ലിസിന്റെ കൂലി കിട്ടാൻ വേണ്ടിയാ. മറ്റത് എന്തായാലും എപ്പോഴും നടക്കാൻ സാധ്യത ഉണ്ടല്ലോ നമ്മുടെ ജീവിതം. പക്ഷെ മജ്ലിസിൽ വന്നിരിക്കുമ്പോൾ കൂലി കൂടുതലാണല്ലോ. അപ്പൊ ആ മജ്ലിസിൽ ദുആ ചെയ്ത് അവനൊന്ന് ഹാഫിളായി. ഇപ്പൊ +2 പഠിക്കുന്നുണ്ട്. പരീക്ഷയിലൊക്കെ അല്ലാഹു തആല വലിയ വിജയം കൊടുക്കട്ടെ. അതുപോലെ വീണ്ടും ഈ മജ്ലിസിൽ ദുആ ചെയ്യണം. പക്ഷെ ഹാഫിളീങ്ങൾ കൂടിയാൽ മാത്രം പോരാ, ആലിമീങ്ങൾ കൂടണം. ഇഫ്ള് പഠിത്തം നിർത്തിയിട്ട് തടിക്കച്ചവടത്തിന് പോകുന്നവരുണ്ട്, മീൻകച്ചവടത്തിന് പോകുന്നവരുണ്ട്. ഇഫ്ള് പഠിച്ച് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് 15 ജുസു 14 ജുസു 20 ജുസു ഒക്കെ പഠിച്ചിട്ട് പിന്നെ പതിയെ സലാമത്തായി പോകുന്നവരുണ്ട്. അത് പൂർത്തിയാക്കാതെ. അത് വലിയ അപകടമാണ്. കാരണം ഈ ഖുർആൻ പഠിച്ചതും മറക്കുന്നത് പോലെ ശിക്ഷയുള്ള മറ്റൊരു കാര്യമില്ല. നമ്മളൊക്കെ എത്ര സൂറത്ത് മദ്രസയിൽ പഠിച്ചു, മറക്കാൻ പാടില്ല. ഇനി പോയി തിരിച്ച് റിട്ടേൺ പഠിക്കണം. അന്ന് മദ്രസയിൽ ഉസ്താദിന്റെ ചൂരൽ കഷായം പീഡിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. സുബഹി കഴിഞ്ഞ് മദ്രസയിലേക്ക് നടന്നു പോകുമ്പോ നായ കടിക്കാൻ വരുമോ എന്ന് പേടിച്ചുകൊണ്ട് റോഡിലൂടെ ഖുർആനും അമലിയാത്തും ഫിഖ്ഹും ദീനിയാത്തും ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു പോകുമ്പോ നമ്മൾ ഓതി പോയതാണ് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. അല്ലാഹുവേ, അന്ന് പഠിച്ച മക്കളോട് ഉമ്മയും വാപ്പയും പറഞ്ഞു, മക്കളെ ഇത് പഠിക്കണേ, ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യണേ, വലിയ കൂലി കിട്ടും, മഹാത്ഭുതമാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ അന്ന് നിങ്ങൾക്കത് ചിന്തിക്കാൻ മനസ്സിലാക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എന്റെ മാമോട് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുമോ, നിങ്ങൾ ചിന്തിക്കുമോ? ഞാൻ പറഞ്ഞു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഅ്താനിഹിമാ മിൻ കൻസിഹിൽ ലദീ തഹ്തൽ അർശ്. അർശിന്റെ താഴെയുള്ള നിധിയിൽ നിന്നാണ് എനിക്ക് ആ 2 ആയത്തുകളെ അല്ലാഹു തന്നിരിക്കുന്നത്. അർശിന്റെ താഴെയുള്ള നിധികളിൽ നിന്നാണ് എനിക്ക് ആ 2 ആയത്തുകളെ അല്ലാഹു തന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഅ്താനിഹിമാ, അതിനെ 2നെയും എനിക്ക് അല്ലാഹു തന്നത് മിൻ കൻസിഹിൽ ലദീ തഹ്തൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്നാണ്. അർശിന്റെ താഴ്ഭാഗത്തുള്ള നിധിയിൽ നിന്നാണ് ആമന റസൂൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന 2 ആയത്തുകളെ എനിക്ക് സമ്മാനമായി തന്നത്. എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് നിങ്ങളോട്, ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്ത നിധിയെ കുറിച്ച് നിങ്ങളോട് പറയുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോട് പറയുകയാണ്, അക്ഷരത്തെറ്റില്ലാതെ ആമന റസൂൽ ഓതാൻ അറിയുമോ? അക്ഷരത്തെറ്റില്ലാതെ ആമന റസൂൽ ഒന്ന് പാരായണം ചെയ്യാൻ അറിയുമോ? ഇന്ന് പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ ഒളു എടുക്കുക, എന്നിട്ട് ഖുർആൻ എടുക്കുക, എന്നിട്ട് അതിന്റെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മാവൊന്ന് പാരായണം ചെയ്യുക. ഒന്നുകൂടി ഒന്ന് ഓതി നോക്കണേ പെങ്ങളെ, ഒന്നുകൂടി ഒന്ന് പാരായണം ചെയ്യണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വതഅല്ലിമൂഹുമാ, ആ 2 ആയത്തുകളെ നിങ്ങൾ പഠിക്കുക. വഅല്ലിമൂഹുമാ നിസാക്കും, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ സ്ത്രീകളെ, നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ പെങ്ങളെ, നിങ്ങളുടെ ഭാര്യയെ ആ സൂറത്ത് ആ 2 ആയത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊള്ളുക. വാബനാക്കും, നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ മൊത്തത്തിലല്ല പറഞ്ഞത്, ആമന റസൂലിനെ കുറിച്ചിട്ട് പറയുകയാണ്. അർശിന്റെ താഴ്ഭാഗത്തെ വലിയ നിധിയാണ്, നിങ്ങൾ പഠിക്കണേ. ആണുങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ പഠിക്കണേ. ഈ മാമൂട് പള്ളിയുടെ ഔലിയാക്കൾ കിടന്നിറങ്ങുന്ന തിരുമുറ്റത്ത് ബറക്കത്തോടെ ശഅബാന്റെ രാത്രിയിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കണേ.
വഅല്ലിമൂഹുമാ നിസാഅക്കും, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ പെങ്ങന്മാരെ, നിങ്ങളുടെ പെമ്മക്കളെ, വഅബ്നാഅക്കും, നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകളെയും മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫഇന്നഹുന്ന ദുആ, അത് കേവലം ഒരു സൂറത്തല്ല, അത് ദുആയാണ്, 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 ദുആയാണ്. അത് ഖുർആൻ നിങ്ങൾക്ക് തരുന്ന പ്രാർത്ഥനയാണ്, അത് ഖുർആൻ നിങ്ങൾക്ക് തരുന്ന ദുആയാണ്. ഇങ്ങനെ പറഞ്ഞ മറ്റൊരായത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞ മറ്റൊരായത്ത് നിങ്ങൾക്ക് ലോക ചരിത്രത്തിൽ, ഖുർആന്റെ ചരിത്രത്തിൽ കാണിക്കാൻ പറ്റുമോ? ഇത് ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മാമൂട്ടിന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജഹിലിയത്തിന്റെ ഇരുൾ വീണുപോയ കാലഘട്ടത്തില്, കഷ്ടപ്പാടും ദാരിദ്ര്യവുമായി കഷ്ടപ്പെടുന്ന, ത്യാഗത്തെ സഹിക്കുന്ന കാലഘട്ടത്തില്, ബിസിനസ് പൊട്ടുമ്പോ, സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോ, മക്കൾ മരിച്ചു പോകുമ്പോ, മാരക രോഗം വന്ന് മനസ്സിനെ കീഴടക്കുമ്പോ, ലോകത്തെവിടെയാണ് പെങ്ങളെ നിനക്ക് സമാധാനം? തിരുവനന്തപുരം RCCയിൽ പോയിട്ടുണ്ടോ? എന്റെ കൊല്ലം ജില്ലയുടെ മാമൂട്ടുകാര് RCCയിൽ ഏറ്റവും അധികം കണ്ണീര് വീഴുന്നത് RCCയുടെ അകത്തല്ല, ബെഡിന് പുറത്തല്ല, മെഡിക്കൽ സ്റ്റോറിലല്ല. ഏറ്റവും അധികം കണ്ണീര് വീഴുന്നത് ആ പള്ളി, ആ മനോഹരമായ RCCയുടെ താഴെ മനോഹരമായ ഒരു മസ്ജിദ് ഉണ്ട് ചെറുപ്പക്കാരാ, അവിടെ ജുമാ നടക്കാറുണ്ട്. ഏറ്റവും അധികം ആളുകൾ കരയുന്നത് എവിടെയാണ്? അവിടെ വന്നവന്റെ ഉമ്മ ഒന്നുകിൽ ആശുപത്രിയിലായിരിക്കാം, വന്നയാളുടെ ഭാര്യ ഒന്നുകിൽ RCCയിലായിരിക്കാം, വന്ന് കരയുന്ന ഒരാളുടെ മക്കളല്ലെങ്കിൽ RCCയിലായിരിക്കാം. നനയാതെ മുസല്ലം അടക്കാൻ കഴിയാത്ത ഒരു പള്ളിയാണ് RCCയുടെ താഴെ. അനുഗ്രഹങ്ങൾ തന്നവരെ, നിഅമത്തുകൾ തന്നവരെ, സൗഭാഗ്യങ്ങൾ തന്നവരെ, കരുണക്കടലായ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയില്ലേ? അത് നിങ്ങൾ പറയുന്ന വാക്കുകളല്ല, ഖുർആൻ തന്നെ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. വഇന്നഹുന്ന ദുആ